ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ OnePlusന്റെ ഓക്സിജൻ OS 16ന്റെ അപ്ഡേറ്റ്, അതായത് സ്റ്റേബിൾ അപ്ഡേറ്റിന്റെ എന്താ പറയുക ടൈം ലൈൻ അപ്ഡേറ്റ് എപ്പോഴാണ് നിങ്ങളുടെ ഡിവൈസുകൾക്ക് വരിക, ഏതൊക്കെ ഡിവൈസുകൾക്ക് നമുക്ക് ഈ അടുത്ത് തന്നെ വരും, അതിൻ്റെ ഒരു ലിസ്റ്റ് ആക്ച്വലി OnePlus പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോവാം. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളിതിൽ ഓൾറെഡി OnePlus ഓക്സിജൻ OS 16ന്റെ ഒരു ബീറ്റ വെർഷൻ്റെ അപ്ഡേറ്റിൻ്റെ വീഡിയോ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ OnePlus 13s നമുക്ക് ബീറ്റ വെർഷൻ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ ഫോണുകൾക്ക് നമുക്ക് നവംബറിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ബീറ്റ സ്റ്റേബിൾ വെർഷൻ. അപ്പോൾ നവംബർ 2025 നമുക്ക് ഏതൊക്കെ ഫോണുകൾക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ മില്യൻസിൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആക്ച്വൽ ഫീൽഡിലൊക്കെ വർക്കത്തുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബീറ്റ വെർഷൻ ഓക്സിജൻ OSന്റെ ബീറ്റ അപ്ഡേറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 3ാമത്തെ ചാനൽ നോക്കിയാൽ മതി, നമ്മൾ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നവംബർ 2025 നിങ്ങൾക്ക് OnePlus 13 കിട്ടും, 13R കിട്ടും, 13S കിട്ടും, OnePlus Openന് കിട്ടും, OnePlus 12 കിട്ടും, 12R കിട്ടും, OnePlus Pad 3, Pad 2, അതായത് ടാബ്ലറ്റ് അവരുടെ Pad 3യും Pad 2നും കിട്ടും. നവംബറിലാണ് കേട്ടോ, അടുത്ത മാസം കേട്ടോ. ഡിസംബറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ OnePlus 11 കിട്ടും, OnePlus 11R കിട്ടും. പിന്നെ നമുക്ക് നോഡ് സീരീസ് ആണ്, നോഡ് 5, നോഡ് CE5, അതായത് ഇപ്പോൾ റീസെൻ്റിൽ ഇറങ്ങിയത് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നോഡ് 4 കിട്ടും, നോഡ് 3 കിട്ടും. പിന്നെ അടുത്ത കൊല്ലം Q1, അതായത് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ ആ ടൈം വരെയുള്ള സമയത്ത് നമുക്ക് OnePlus 10 Proന് കിട്ടുന്നുണ്ട്, നോഡ് CE4 കിട്ടുന്നുണ്ട്, നോഡ് CE4 ലൈറ്റിന് കിട്ടുന്നുണ്ട്, OnePlus Pad ലൈറ്റിന് കിട്ടുന്നുണ്ട്, OnePlus Padനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിവൈസുകളുടെ ഒരു അപ്ഡേറ്റ് ടൈം ലൈനാണ് ആക്ച്വലി ഇപ്പോൾ OnePlus പുറത്തിറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 10 സീരീസ് തൊട്ട് വരെ മാത്രമേ ഇനിയിപ്പോൾ ഓക്സിജൻ OS 16 കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലുള്ള ഡിവൈസുകൾക്ക് ഇനി അപ്ഡേറ്റ് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ഡിവൈസും കവർ ആയെന്നുണ്ടെന്ന് വെച്ചാൽ OnePlusൽ അത്ര അധികം ഡിവൈസ് ഭയങ്കര സാംസങ്ങിൻ്റെ ഒക്കെ പോലെ മൾട്ടിപ്പിൾ ഭയങ്കര ലെങ്തി ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക IQൻ്റെ ഒക്കെ പോലെ ഭയങ്കര ലെങ്തി ആയിട്ട് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും അങ്ങനെ അത്ര അധികം ഫോണുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിങ്ങനെ ലിസ്റ്റിൽ എല്ലാ ഫോണുകളും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ അടുത്ത കൊല്ലം ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകൾക്കും Android 16, അതായത് ഓക്സിജൻ OS 16 കിട്ടും, അപ്ഡേറ്റ് കിട്ടും, സ്റ്റേബിൾ വെർഷൻ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ OnePlus 13 സീരീസ് ആണെങ്കിൽ എന്തായാലും അടുത്ത മാസം അതിൻ്റെ സ്റ്റേബിൾ വെർഷൻ കിട്ടും. ബീറ്റ വെർഷൻ അപ്ഡേറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ മാസം പകുതിയല്ലോ, അപ്പോൾ ഇനി കുറച്ച് കൂടി ആണല്ലോ. അടുത്ത മാസം എന്തായാലും ഫസ്റ്റ് വീക്കിനായിട്ട് തന്നെ റോൾ ഔട്ട് ചെയ്യുന്ന വന്നേക്കുന്നത്. മിക്കവാറും ഏറ്റവും ഫസ്റ്റ് കിട്ടാൻ പോകുന്ന നമ്മുടെ OnePlus 13 തന്നെ ആയിരിക്കും. പിന്നെ 13Sനും 13Rനും ആയിരിക്കും ആദ്യം കിട്ടാൻ പോകുന്നിട്ടാ. അപ്പോൾ നിങ്ങളുടെ ഈ 3 ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സാധനം കിട്ടും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരാം. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ബീറ്റ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോക്ക് സ്ക്രീനും സംഭവമൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിട്ടേക്കുന്നത് GS കണ്ടു. അതൊക്കെ നമുക്ക് ഫുൾ ഇപ്പോൾ മാറ്റാനും, അതുപോലെ തന്നെ ആനിമേഷൻസൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AI കുത്തി നിറച്ചിട്ടുണ്ട്. AI സെപ്പറേറ്റ് ഒരു സെറ്റിങ്സിലെ ആപ്പ് ഒരു സെപ്പറേറ്റ് ഒരു ഇതാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ AI പരിപാടികളൊക്കെ അവർ നല്ല ആനിമേഷനൊക്കെ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ടൊരു ഗെയിമിങ്ങിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഇവർക്ക്. നമ്മുടെ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആ ഗെയിംസ് ആപ്പിൽ കയറി കിടക്കും, അതിൻ്റെ ആനിമേഷൻ നോക്കിക്കോട്ടാ. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.